ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാവുമല്ലോ അടുത്ത വ്ളോഗ് എന്തിനെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ളത്. നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗാണിത്. 16th ആണ്, നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് നൈറ്റിലൊരു പാർട്ടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സും എൻ്റെ ബ്രദറും ഒക്കെ ആയിട്ട് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദുബായിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ വേൾഡ് ഐലൻഡ്, അതിൽ പോക്കോ മൊനാക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ആക്കാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് ഇന്ന് നൈറ്റിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ ബോട്ട് ടൈം 2 o'clock ആണ്. സോ ഇപ്പോൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ പുറകെ കിടക്കുന്നുണ്ട് കുറേ ബോട്ടൊക്കെ. നമ്മളെ ബോട്ട് 2 മണിക്കാണ് വരുന്നത്. സോ അതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല വെതറാണ്, ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ കരുതി നല്ല വെയിലുണ്ടാകും, അതാണ് ഞാൻ ഇങ്ങനത്തെ ക്യാപ്പൊക്കെ വെച്ച് വന്നത്. ബട്ട് അല്ല, നല്ല രസമുണ്ട്. നല്ല ഒരു തണുപ്പൊക്കെ, ദുബായിയുടെ വെതറൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തണുപ്പിലോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 6 വർഷം ദുബായിലുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ ഒരു ഇയറിൽ 2024 ഇത്രയും ഒരു നല്ലൊരു കാലാവസ്ഥയിലോട്ട് ദുബായ് എത്തിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ വെയിൽ വന്ന് പറയേണ്ടിയിരുന്നു. എനിവേസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നോർമലി ബർത്ത്ഡേയുടെ ഒന്നൊരു കേക്ക് കട്ടിങ്, അങ്ങനെ ഒരു പാർട്ടി കാര്യങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബോട്ട് വന്നിട്ട് പോക്കോ മൊനാക്കോയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളോടെ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കാണാം. നോർമലി 2 o'clock ചെക്ക് ഇൻ, ബട്ട് ഇവിടുത്തെ ചെക്ക് ഇൻ വന്നിട്ട് 3 o'clock. സോ 2 o'clock നമ്മളെ ബോട്ട് ഇവിടെ എത്തി കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബോട്ട്. ഇനി കുറച്ച് കടലിലൂടെയുള്ളൊരു യാത്ര. ഡ്രൈവർ വന്നിട്ടില്ല. ബൈ ബൈ ദുബായ്. നമ്മള് ഇവിടെ ആസനസ്ഥരായിട്ടുണ്ട്, അങ്ങനല്ലേ പറയാ? ആസനസ്ഥർ. ആസനസ്ഥരായിട്ടുണ്ട് ഗൈസ്. എല്ലാം ആ ഒരു റിസോർട്ടിലുള്ള, ആ പോക്കോ മൊനാക്കോ റിസോർട്ടിലുള്ള ആൾക്കാരാണ് ഗൈസ്. നമ്മുടെ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തായ്ലൻഡിൽ പോയത് ഓർമ്മ വരുന്നു. ഫുക്കറ്റിൽ ഇതുപോലത്തെ ഒരു ഓട്ടയാത്ര ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 15 minutes ആണ് ബോട്ട് റൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 40 minutes നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മളുടെ റിസോർട്ട് ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ താമസിക്കാൻ പോകുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് അല്ലേ. ഓൾമോസ്റ്റ് എത്തി. 40 minute ശേഷം നമ്മളിവിടെ എത്തി. എവിടെ തുഫായി? എങ്ക ഇருக்கு? നിന്നെ ഞാൻ ഫ്രെയിമിലാ. എന്താണ് എന്റെ പ്രശ്നം? ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും എന്നെ ഫ്രെയിമിൽ വേണ്ടെന്ന് എന്റെ ആങ്ങളേക്ക്. താങ്ക് യു സോ മച്ച്. അവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്തോ ഇത് എന്താണെന്ന് മനസ്സിലായ. വാട്ട് ഈസ് ജ്യൂസ്? മിക്സ്. ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയിരിക്കുന്ന, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇത് കുടിച്ചപ്പോഴത്തേക്കും ഒരു അള്ളിപ്പിടുത്തം. താങ്ക് യു. എൻട്രൻസ് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭയങ്കര ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ. ഇവിടെ ഫുള്ള് പാട്ടും ബഹളമൊക്കെയാണ്. ഞാൻ അതുകൊണ്ട് ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്റെ സൗണ്ട് ഭയങ്കര ഒച്ചത്തിൽ കേൾക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എനിക്ക് ചെവി പൊട്ട ഇങ്ങനെ പാട്ട് കേൾക്കാം. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒഴിവാക്കുന്നത്. ആൻഡ് നമ്മളിവിടെയുള്ള റൂമിൽ താമസിക്കുമ്പോഴേ ബാൽക്കണിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ബാൽക്കണി ആണല്ലോ. സോ എല്ലാത്തിന്റെയും മെയിൻ വ്യൂ വരുന്നത് ഈ സ്വിമ്മിംഗ് പൂളാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. ബെസ്റ്റ്. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഫുള്ള് പാട്ടും ബഹളം ആക്കി. കുളിസീന് പിടിക്കാനല്ലേ കൊച്ചു കള്ള. കുളിസീന് പിടിക്കാൻ എന്റെ ആങ്ങള.
ഇതിന്റെ എൻട്രൻസ് എവിടെ? ഓക്കെ, ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗായ്സ്. ഇതിനകത്ത് കേറിയത് എനിക്ക് ഓർമ്മയുള്ളൂ 1 കിലോമീറ്റർ നടക്കണം അത്ര റിസപ്ഷനിൽ എത്താൻ വേണ്ടിട്ട്. ഓ, ഈ രണ്ട് സൈഡിലും കാണുന്നതൊക്കെ റൂംസ് ആണേ. തീർന്നാ ഞാൻ ഇവിടെ മഴ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ദുബായില് മഴ. ഐ നോ മാൻ, എനിക്കറിയാം ഇവിടെ മഴ വീണെന്ന് പറഞ്ഞ വിളിച്ച് ഞാൻ ഇവിടെ ഓടിപ്പിടിച്ചു വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടപാടെ മഴ അങ്ങ് നിന്നു. 2 തുള്ളി, ഭയങ്കര തണുപ്പ്. വെച്ചേർക്കാം ചേടാ. എന്നാലും ഇത് എവിടെന്നായിരിക്കില്ലേ? ഇതിനകത്ത് ഓരോ മണിക്കൂറിലും ഇടവിട്ട് മഴ പെയ്യും. ഞാൻ റിസപ്ഷനിൽ നിന്നപ്പോ മഴ വീണ്ടും ഓടി വന്നും പറഞ്ഞ് ഞാൻ ഓടി പിടിച്ച് വന്നപ്പോഴത്തേക്കും മഴയും ഇല്ല വെയിലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ ഇത്, ആൾക്കാരെ പറ്റിക്കുന്നോ? ഇവിടുന്ന് അടുത്ത മഴ എന്താണ് ഞാൻ വന്ന് നനയും, അല്ലെങ്കിൽ ഞാൻ കൊള്ളും. അതുകൊണ്ട് ഇവിടെ കുറേ സലൂൺ, ഞാൻ ഇന്ന് വിചാരിച്ചത് ഇവിടെ സലൂണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റപ്പൊക്കെ ആയിരുന്നു. രാത്രി എന്തായാലും കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നല്ല ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന് വിചാരിച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാല തോല പറഞ്ഞ് എൻ്റെ മുടി കിടക്കും. അപ്പോൾ കുറച്ചൊന്ന് ഹെയർ ഒന്ന് സെറ്റപ്പ് ആക്കണമെന്ന് കരുതി. എനിവേസ് ഇവിടെ ഉണ്ട്, നോക്കിയിട്ട് ഞാൻ എന്തായാലും ചെയ്യത്തുള്ളൂ. നീ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സെറ്റാക്കുക. എങ്ങനെ നാളെ ഒരു കല്യാണമൊക്കെ വരുമ്പോഴേ ഇവര് ഫോട്ടോയിലൊക്കെ ഒരുമാതിരി ഇരിക്കൂലേ? ഹലോ അശ്കനേ. അങ്ങനെ റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നും കഴിച്ചില്ല. കുളിസീനൊക്കെ കാണാം. ഫസ്റ്റ് ഫ്ലോറിലാണ്, ആ സ്വിമ്മിംഗ് പൂളിന്റെ ആ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്താണ്. സാരില്ല, ഞാൻ അവിടെ പുറത്താഴെ ഇറങ്ങിയിരുന്നോളാം, ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തിരുന്നോളാം. കുളി എന്ന് എന്റെ ഒരു വീക്ക്നെസ് ആണ് അടുത്തവരുടെ. അതെ, എന്റേത് മാത്രം, എന്റെ റൂം മാത്രം ഫസ്റ്റ് ഫ്ലോറിൽ, ഇവർക്ക് എല്ലാവർക്കും 3rd ഫ്ലോർ 4th ഫ്ലോറിൽ. അതെന്തായാലും കൊള്ളാം. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ, എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തല്ലോ, എനിക്ക് ഒരു പരിചയമില്ലാത്ത കുറെ ഫ്രിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ സാധനങ്ങൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അവസാനം കോംപ്ലിമെന്ററി എന്നിട്ടൊരു ബണ്ണ് തന്നിട്ടുണ്ട്. അതെങ്കിലും നിന്ന് കുറച്ച് വിശപ്പെടുത്തിക്കട്ടെ. ഇത് ഹാപ്പി ബർത്ത്ഡേ കേക്ക് അല്ല, ഇത് ഹാപ്പി ബർത്ത്ഡേ കേക്ക് ആട്ടെ. കേക്ക് ഇല്ലെന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് റൂമിൽ എടുത്ത് മാറ്റി വെക്കാനാ. കേക്ക് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കട്ടാക്കൂല. നമ്മള് കഴിച്ചു തുടങ്ങാം. ഫുഡ് വന്നിട്ട് ബാക്കിയല്ല ഞങ്ങക്ക് കാണിച്ചിട്ടാ ഞാൻ എന്തൊക്കെയാ ഓർഡർ ചെയ്തെന്നുള്ളത്. അങ്ങനെ ഫുഡ് വന്നു. ഇന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ക്രിസ്റ്റു സംഭവം കൊള്ളാം. ഇത് മാത്രം എനിക്ക് മനസ്സിലായി. ലോബ്സ്റ്റർ, ഇത് സ്പഗറ്റി. ഇതാണോ സ്റ്റാർട്ടർ? ആ ഓക്കെ. കൽമാരി ആണെന്ന് തോന്നുന്നു. ബേബി കൽമാരി. അയ്യോ, ഇത് പ്രോൺസാ? ആളുമാരി, ഇത് പ്രോൺസാ. സ്ക്വിഡ് ആണ് കലമാരി. കൂന്തലിനാണ് കലമാരി പറയുന്നത്. പ്രോൺസ് കഴിക്കൂല എന്റെ ബ്രദറ്. ഇല്ല, ഇപ്പൊ ഈ വെള്ളം വീണേനെ. കാണുമ്പോ നല്ല എക്സൈറ്റ്മെന്റ് കഴിക്കാൻ വേണ്ടിട്ട്. എന്താ ഇത് ഫുള്ള് സീ ഫുഡ് എന്നുള്ളൊരു കാറ്റഗറിയാണ്. അതിൽ എന്ത് കുന്തെന്നുള്ള അറിയത്തില്ല. ആ റൈസും കൂടെ ഒന്ന് കല്ലുമ്മക്കായ മാത്രം എടുക്കട്ടെ എന്നൊക്കെ. ഓയ് കുഞ്ഞു കല്ലുമ്മക്കായ ഒന്നുമില്ല ഇതില്. കുഞ്ഞു ബേബി. നിക്കാർക്ക് വേണ്ടല്ലോ അല്ലെ? നിങ്ങളായും കഴിക്കൂലല്ലോ. ഈ സാധനം ഇവിടെ തന്നിരിക്കുന്നതിന് ഇടാൻ വേണ്ടിട്ടാ. ഹായ്, ഇനിയിപ്പോ എന്ത്? ഒറ്റരണോ നൈറ്റ് ഇടാനുള്ള? വേറെ ഡ്രസ് കൊണ്ടുവന്നു. ഇത് തന്നെ ഇടും നാളെ. അതെ, പോവാൻ വേണ്ടി മാത്രമല്ലേ, ഇത് മതി. ഈ ചോറ് പോലത്തെ സാധനം നമ്മള് പാൽച്ചോറില്ലേ ശർക്കര ഇട്ട് ഉണ്ടാക്കുന്നേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സാധാരണ നമ്മളെ റേഷൻ ഒരു ചോറല്ലേ, അങ്ങനെ പറയരുതായിരുന്നല്ലേ. കുറ്റം പറഞ്ഞിട്ടാണേലും കഴിക്കണം, അതാണ് എന്റെ ഒരു ഇത്.
ഇതെന്തോ ഇത് കല്ലുമ്മക്കായാണോ? അറിയണില്ല. ഇവിടെയാണ് മഴ പെയ്യുന്നത്. നമ്മൾ നേരത്തെ മഴ പെയ്യുന്നത് കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലമല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പത്തേനുള്ളൊരു പ്ലേസ് ആണ്. ഇവിടെയൊക്കെ മഴ പെയ്യും. സമയം എന്തായി? 4:10. ഓക്കെ, 4 മണിക്കുള്ള മഴ അങ്ങനെ കഴിഞ്ഞു ഗെയ്സ്. നമുക്ക് റിസപ്ഷനിൽ നിന്ന് ഫ്രീ ആയിട്ട് ഐസ്ക്രീം കുടിക്കാനുള്ള ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പോയിട്ട് ആദ്യം ഐസ്ക്രീം കുടിക്കാം. ആദ്യമല്ല, അവസാനം. കാരണം ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് ഇപ്പം റൂമിലോട്ട് പോവാണ്. സോ അതിന് മുന്നായിട്ട് ആ ഒരു ഫ്രീ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അതിന് ഞാൻ എന്റെ കോംപ്ലിമെന്ററി ഐസ്ക്രീം വാങ്ങിച്ച്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രല്ല കേട്ടോ, അവര് പിസ്താഷ്യോണ് മേടിച്ചത്. അതും സൂപ്പർ, ഇതും സൂപ്പർ. വേണ്ടെങ്കിൽ തരണേ, സ്ഥലമുണ്ട് ഇതിലിടാൻ വേണ്ടിട്ട്. വേണ്ടാത്തവർ ഇതിൽ തന്നു. എന്താ വര സൂപ്പർ. നിങ്ങൾക്കാർക്ക് തരാൻ തോന്നിയില്ലല്ലോ? ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. അൺഎക്സ്പെക്ടഡ് മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞ് ഈ എന്തോ പകരത്തിന് ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞ് ഇതാ പിടിച്ചോ നിങ്ങളെ. മഴ നോക്കിക്കേ, നനഞ്ഞിട്ടില്ല. ആകെ പ്രശ്നമുള്ള നാളെ ഇടാൻ വേണ്ടിട്ട്. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാല്. നോക്കിക്കേ, സമയത്തായി ഇപ്പൊ സമയത്തായി 4:15. അപ്പൊ അരമണിക്കൂറില് പെയ്യുന്നേ. അപ്പൊ 1 മണിക്കൂർ ഈ ഷോപ്പിന്റെ സാധനം വാങ്ങിച്ചിട്ട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞ തലയിൽ കൂടെ എഴുത്തി പോലെ വീണതാ. ഫുള്ളും നനഞ്ഞ് ആകെ ഇതേ ഉള്ളൂ. ഇനി റൂമിൽ പോയിട്ട് ഉണക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇങ്ങനെ മഴ പെയ്യുന്ന ഞാൻ ചെറുങ്ങനെ പെയ്യുള്ളൂ വിചാരിച്ചു. ഇങ്ങനെ ഇവര് പൈപ്പ് തുറന്നിട്ട് കണക്ക് വിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ റൂമിലോട്ട് എത്തി. ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഏകദേശം നനഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ വന്നത്. എനിക്കറിയാം ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പം പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോ ഒരു ഡ്രസ്സ്, ഈ ഡ്രസ്സിനെ തിരിച്ച് കോമ്പോ ഇടാമെന്ന് കരുതി. പിന്നെ ബർത്ത്ഡേ നൈറ്റ് കേക്ക് കട്ടിങ്ങിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഡ്രസ്സ് എല്ലാം നനഞ്ഞ് നാശമായി. അപ്പൊ ഞാനത് മാറ്റാൻ വേണ്ടി നേരെ റൂമിലോട്ട് വന്നു. ഞാൻ എന്റെ റൂം കാണിച്ചു തരാം. ഇവിടെ ടോട്ടൽ നമ്മൾ 3 റൂം എടുത്തത്. അതിൽ എന്റെ റൂം എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇവിടുത്തെ വ്യൂ ആണ്, ബാൽക്കണി എന്നുള്ളത്. അത് ഞാൻ വഴിയെ കാണിക്കാം. ആദ്യം നമ്മളെ റൂമിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ള ഇതിനകത്തുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നമ്മളെ ഡോറിന് കയറി വരുമ്പം ഇങ്ങനെ ഒരു മിറർ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഫുൾ മിറർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇതൊക്കെ കബോർഡാണ്, ഷെൽഫാണ്. ഹാങ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് കയറി വരുന്ന സൈഡിൽ തന്നെ വാഷ്റൂം. ഈ സൈഡ് ഞാൻ കാണിക്കുന്നില്ല. ക്ലോസറ്റ് ആൻഡ് ഓൾ. ഇവിടെ ഷവർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതെനിക്ക് ഇങ്ങനെ തുറന്നു നടക്കുന്ന ഇഷ്ടമല്ല. ഇതൊരു ലോക്കർ, ഹെയർ ഡ്രയർ, ഒന്നുമില്ല. താഴെ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, ജസ്റ്റ് അതിനകത്തൊന്നും ഇല്ല. ലോക്കർ നിന്ന് ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഫി മേക്കർ ഒക്കെ ഉണ്ട്. ഇവിടെ 2 ഗ്ലാസ് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഒരാൾ ഇപ്പൊ അടിച്ചോണ്ട് പോയതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഗ്ലാസ് കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ 3 റൂമിലുള്ളത് ഞാൻ എടുത്തോണ്ട് പോകും. എന്റെ ബെഡ്
ബാഗ് റെസ്റ്റിംഗ് പീസിലാണുള്ളത്. ആൻഡ് ഇവിടുത്തെ വ്യൂ എന്റെ പൊന്നെ. 1 2 3 ദിൽക്കുകരാരായ. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ. റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂവിന് എനിക്ക് എന്താ പറയാ, എനിക്ക് എങ്ങനെ എന്താ പറയണ്ടെന്നൊരു പിടുത്തമില്ല. ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ ആരുമില്ല. വന്നപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഓൾമോസ്റ്റ് ഒരു 5-5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു റൂമിന്റെ വെളിയിൽ ഒരു മനുഷ്യര് പോലും ഇല്ല. ഹേ, ഇത് കടലാണ്. കടല് കാണുന്നില്ല അല്ലേ? ഈ ഫോട്ടോ എടുക്കുന്നത് കടലാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടില് നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ താഴെയും അല്ല, എവിടെ നിന്നാലും എവ്രിവെയർ നന്നായിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പം ഞാന് നല്ല സ്ട്രെസ് കൊടുത്താണ് സംസാരിച്ചോണ്ടിരിക്കുന്നേ. ബട്ട് ഞാൻ വോയിസ് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മ്യൂസിക്കും കേൾക്കില്ല, എന്റെ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ബട്ട് എനിക്ക് ഞാൻ പറയുന്നത് സത്യമായിട്ടും കേൾക്കുന്നില്ല. ഈ പാട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ വിട്ടു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പാട്ടിലോട്ട് പ്ലേ ആക്കാത്തത്. നല്ല രസമുണ്ട്. എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഇവിടെ കടൽ കാണാൻ പറ്റുന്നേ. നമ്മൾ ശരിക്കും കടലിന്റെ നടുക്കാണുള്ളത്. ഇവിടെ കുറെ ഇപ്പോഴും സ്റ്റിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തേക്ക് എന്തെല്ലോ വരുന്നുണ്ട്. ടോട്ടൽ $6 ബില്യൺ പ്രോജക്റ്റ് ആണിത്. ഇത് കംപ്ലീറ്റ് ആയി. തൊട്ടപ്പുറത്ത് ഒരെണ്ണം ഇങ്ങനെ പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വന്നപ്പോ കേട്ടത് അത് ഫുൾ കംപ്ലീറ്റ്ലി ഫാമിലീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കപ്പിൾസ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാം എന്ന് ഇവര് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ നിൽക്കാം, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മള് വരുമ്പോഴത്തേക്കും നമ്മളെ സൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അന്യരുടെ കാര്യം നമ്മൾ നോക്കണ്ടല്ലോ. അവരെങ്ങനെ, അവരുടെ കൾച്ചർ അല്ലല്ലോ നമ്മുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ എന്താണ്, നമുക്ക് എന്താണ് ആഗ്രഹം, എന്താണ് ഇഷ്ടം, അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ബീച്ചിൽ എനിക്ക് ഇറങ്ങണമെന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ഷീണം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറങ്ങത്തൊന്നുമില്ല ഞാന്. കാരണം നാളെ 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചെക്കൗട്ട് ആയിട്ട് നമ്മളോട് ഒന്ന് പോവേണ്ടി വരും. സോ എന്തായാലും രാവിലെ എണീറ്റിട്ടുള്ള ഒരു ചുറ്റിക്കറക്കമൊന്നും നടക്കല് പോസിബിൾ അല്ല. സോ ബെറ്റർ രാത്രിയെങ്കിലും ഇറങ്ങാം. പിന്നെ സ്വിമ്മിംഗ് പൂൾ, ഇവിടെ പൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് 24 hours ഓപ്പൺ ആണ്. നമുക്ക് ഏത് സമയം വേണമെങ്കിലും പൂൾ യൂസ് ചെയ്യാം. പിന്നെ നൈറ്റിൽ ഇവിടെ ക്ലബ് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ 11 o'clock. അതെങ്ങനെയാ എന്നൊക്കെ നോക്കാം. പോവാൻ പറ്റുമെങ്കിൽ പോവാം. ബട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി ഒരിക്കലും വരാതിരിക്കാൻ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഇവിടെ വരണമെന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഇതാണ്. നമ്മള് ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലത്ത് ബീച്ചാണ്. അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പം നാളെ മോർണിംഗിലെങ്കിലും അങ്ങോട്ട് ഇറങ്ങണം. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്റെ നൈറ്റിലത്തെ ബർത്ത്ഡേ പാർട്ടിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. അതൊരു വേറൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന്. വേറെ വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഇതിൽ ഉൾപ്പെടുത്തണം വേണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ നോക്കട്ടെ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ ടോട്ടൽ എത്ര സമയം ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് എനിക്കിത് വൈൻഡപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ആലോചിക്കാൻ. റൂമിൽ അങ്ങനെ ഇരുന്ന് പോയി. ഇരുന്ന് എല്ലാരും കൂടെ സംസാരിച്ചിറങ്ങിയപ്പം രാത്രിയായി. രാത്രി ആയപ്പോഴത്തേക്കും ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ചന്ദ്രനൊക്കെ നോക്കിക്കേ. എന്തൊക്കെയോ വിചാരിച്ച് നൈറ്റ് ആകുമ്പോഴത്തേനും പൂൾ സൈഡൊക്കെ ഇറങ്ങണോന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒരു മനുഷ്യരില്ല അവിടെ. വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടൊരു മടി. ഇത് നമ്മള് രാവിലെ വന്ന ആ ഒരു വഴിയാണ് കേട്ടോ. നമ്മള് നേരെ കടലിലോട്ട് പോവാണ്. കടലിലോട്ട് വെളിച്ചമില്ലാത്തോണ്ട് എന്റെ മുഖം കാണിക്കാൻ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. ബിക്കോസ് ഫുൾ ഇരുട്ടാന്ന്. ഇതൊക്കെ കാണുന്നുള്ളൂ, പക്ഷെ എന്റെ ഫേസ് കാണിക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് ഫീൽ ഉണ്ട്. ഞാൻ വല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്റെ ഫേസ് കാണിക്കാം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് ലൈറ്റ് കിട്ടിയില്ല. ലൈറ്റ് മാൻ കിട്ടുന്നു. ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഇതിന്റെ അൺബോക്സിങ് നടത്തുമായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പൊളിച്ചു. എനിക്ക് ഇവിടെ നിന്നപ്പോഴത്തേക്കും ചോക്ലേറ്റ് കഴിക്കാൻ ഒരു മോഹം. ഒരു കൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചു. അത് ഞാൻ കട്ട് ചെയ്യും. പറ്റുന്നില്ല. ഹലോ, അന്തപ്പൊക്കെ അറിയാം. ഇത് പിന്നെ ഞാൻ പറയുന്നത് കേക്കണ്ടേ? ഇത് മറ്റേ പാച്ചുവിനെ കണക്കാണല്ലോ.
ഇവിടെ ബീച്ചിന്റെ സൈഡിൽ ഇരുന്നിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. എന്തൊരു സുഖമുണ്ടോ അല്ലേ? ഐസ്ക്രീം കുടിക്കുന്ന നോക്കുന്നത് ചോക്ലേറ്റ്. പെട്ടെന്ന് 12 മണിയായെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങാനും. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. എത്ര മണിയായി ഇപ്പൊ? എത്ര മണിയായി? ഓ 8:30. 9 മണിയായിട്ടുള്ളൂ ഗൈസ്. ഈ 9 മണിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കേക്ക് ഇപ്പൊ കട്ട് ചെയ്യും 12 മണി അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താക്കാം, ചോക്ലേറ്റ് കഴിക്കാം. കണ്ണിനയിൽ പോയി ബെസ്റ്റ് കടിച്ചൊന്നും തിന്നണ്ട. ആരും അലിഞ്ചു പോകും. എന്തിന്റെ സത്യം? വരണം മീൻ നോക്കാൻ പോകാം ഗൈസ്. തെറിച്ചു പോന്നെ. അയ്യോ എന്റെ കൊറേ ചോക്ലേറ്റ് പോയി. 1 2 പീസ് പോയി. ഈ കറുത്ത കളറിൽ എന്താ ആമയാണോ? മീന് എന്താ മേത്ത് കണ്ണുള്ള മീന്. അത് ലൈറ്റ് കണ്ട. അല്ല, ഈ നണ്ടിനെ നമുക്ക് മറ്റേ പിടി പിടിക്കാൻ കഴിയത്തില്ല, ഇങ്ങനെ പിടിക്കാനേ കഴിയുള്ളൂ. ഓക്കെ, ബാക്കി പറയൂ. ക്ലാസ് എടുത്തല്ലേ? പിടിക്കാൻ പറഞ്ഞാ പിടിക്കൂല. അവസാനം ചവിട്ടിട്ടാണ് ഇതിന്. അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു. എന്തിനീ? പിടിക്കാൻ വേണ്ടി വന്നു, കൈ കൊണ്ട് പിടിക്കാൻ. 12 മണിക്ക് ഇനി വെറും 20 മിനിറ്റ് ആണ് ഉള്ളത്. ഈ 20 മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങണം. അതോടുകൂടി കട്ട് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. ഈ വ്ളോഗ് ഞാൻ ആ കേക്ക് കട്ടിങ്ങിന് ശേഷം വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും നിങ്ങളെന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് റെഡി ആയതിനു ശേഷം എൻ്റെ ബോഡി ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇനി ഞാൻ വ്ളോഗ് പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരുക്കങ്ങളൊന്നും നടക്കത്തില്ല. സോ ഗൈസ്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കി. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമല്ല. കാരണം എന്താ പറയുക, 12 മണിക്കൊക്കെ ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാ ഒരുക്കങ്ങളും നാളെ ഒരുങ്ങാം. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. നിങ്ങൾ കാണുന്ന കളറല്ല ഇത്. ഇതിപ്പോൾ കാണുന്ന റോയൽ ബ്ലൂ അല്ലേ? ഇതിൻ്റെ എക്സാക്ട് കളർ നമ്മൾ ഉജാലയല്ലേ, ഉജാലൻ്റെ കളറാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഇങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് ഇതെന്താ നീ അങ്ങനെ പിടിക്കുന്നേ? അപ്പുറത്ത് റൂമിലത്തെ ആൾക്കാർ ഓടി വരുന്നു. ഇപ്രാവശ്യം നല്ല ക്യൂട്ട് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെയല്ലേ സ്റ്റാർട്ടിങ് കഴിക്കാൻ പറ്റും. അങ്ങനെയില്ല, അതാണല്ലോ അതിന്റെ നിനക്കല്ല, എന്റെ പ്രേക്ഷകർക്കാണോ? പ്രേക്ഷകർക്ക് മതി. നിനക്കൊന്നും കിട്ടില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. ബാ ഇതാരും മുണുങ്ങ ബാ. ഇത് നമ്മളെ ഹോട്ടലല്ല, ഈ ഹോട്ടലുകാര് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവരെ സൈഡിൽ നിന്ന് തന്നിട്ടുള്ള കേക്കാണ്. ആ കേക്ക് കൂടെ നമുക്ക് കട്ട് ചെയ്യാം. സൈഡിൽ കട്ട് ചെയ്യാം. മുരണ്ടുപോയി. സീരിയസ്ലി വൈകുന്നേരം കൊണ്ട് തന്നായതുകൊണ്ട് ഉണങ്ങിപ്പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. What is this language like? വാ മുണുങ്ങ വാ. Come on. സോ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലൊരു സെലിബ്രേഷൻ ഒന്നും ഇല്ല.
ഞാൻ എന്താ പറയുക, ഒരുപാട് ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നൈറ്റ്, ഇത്രയും ലേറ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നത്. ഒരു പുതിയ അനുഭവം. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ 2 കേക്കാണ് കട്ട് ചെയ്തത്. ഒരെണ്ണം ഹോട്ടലിൽ നിന്ന് തന്നത്, ഇവർ ഇവിടുത്തെ റിസോർട്ടിൽ നിന്ന് നമ്മളുടെ ബർത്ത്ഡേ ആണെന്ന് കണ്ടപ്പോൾ തന്നതും. സെക്കൻഡ് വൺ നമ്മള് അവിടെ നിന്ന് ഇപ്പം രാത്രി വന്ന ആള്, നമ്മള് 6 പേരിൽ ഒരാള് രാത്രിയാണ് വന്നേ. അപ്പൊ ആള് വാങ്ങിച്ചുകൊണ്ട് വന്നു കേക്കാണ്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇവിടുത്തെ ആ ചോക്ലേറ്റിന്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ കേക്ക് ജസ്റ്റ് തൊട്ട് നക്കി എന്നുള്ള, അല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയ വയസ്സല്ല, ഒരു വയസ്സൊക്കെ കൂടുതലാണ്. അപ്പം ഭയങ്കര സന്തോഷം. ഓരോ വർഷത്തിൽ ഇങ്ങനെ പുതിയ സന്തോഷങ്ങൾ ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകളെ എന്നെ ഉൾപ്പെടുത്തണം. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ വാഷ്റൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുത്തെ മിററാണ് കുറച്ചുകൂടി വൃത്തിയുള്ളതും നല്ല ലൈറ്റിംഗ് ഉള്ളതൊക്കെ. പുറത്ത് വലിയ ലൈറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് മേ ബി ഞാൻ സംസാരിക്കുന്നത് എക്കോ അടിക്കുന്നുണ്ടാവാം. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ. ഇതിനപ്പുറം ഒന്നുമില്ല. എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നുണ്ട്. ഈ വീഡിയോ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഞാൻ കമന്റിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ കമന്റ് ചെയ്യാം. അത്രയുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഓൾ.